എല്ലാ ദിവസങ്ങളിലും ഒരേപോലത്തെ വീഡിയോ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയും ഒരുപാട് കൺസേൺസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു 2 years ജേർണി ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. കുറേ ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വേറൊന്നുമല്ല, വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. മെൻസ്ട്രുവൽ കപ്പിൻ്റെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തപ്പം അതുപോലെ തന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവരുടെ കൺസേൺസ്, നമ്മുടെ ഒപ്പീനിയൻസ്, അങ്ങനെ ഒരു 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 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെൻസ്ട്രുവൽ കപ്പാണ്. നമുക്കൊരു കാലത്ത് നമുക്ക് ഇങ്ങനെയൊരു സാധനങ്ങളൊക്കെ നമ്മൾ ആരും കാണാണ്ട് മാറ്റി പിടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മെൻസസ് ആയെന്ന് പോലും പറയാൻ മടിയുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എവിടെയും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പണ്ട് നമ്മൾ പരസ്യങ്ങളിലൊക്കെ ഇങ്കായിരുന്നു പാഡുകളിൽ യൂസ് ചെയ്ത് കാണിച്ചിരുന്നത്. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വെരി കോമൺ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. നമ്മൾ ജനിക്കാൻ തന്നെ റീസണബിൾ ആയിട്ടുള്ളൊരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഷൈനസ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മെൻസ്ട്രുവൽ കപ്പിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ വേറെ സൈസുകളിൽ അവൈലബിൾ ആണ്. അത് അക്കോമഡേറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ആ ഒരു സൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ചാണ്. ഈ മെറ്റീരിയൽ സിലിക്കോൺ മെറ്റീരിയൽ ആണ്. നമ്മുടെ പാലും കുപ്പിയിലേക്ക്, ഫീഡിങ് ബോട്ടിലിലേക്ക് നിപ്പിൾ യൂസ് ചെയ്ത മെറ്റീരിയലാണ്. നമുക്ക് ഇതുപോലെ തന്നെ വളരെ തിന്നായിട്ട് വളരെ കംഫർട്ടബിളി ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ആണെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹൈജീനിക് ആയിട്ട് ഈ ഒരു കപ്പിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടെ ഫ്രജൈൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ തുണി യൂസ് ചെയ്തിരുന്ന കാലത്താണെങ്കിൽ നമ്മൾ പീരീഡ്സ് കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഫുള്ള് വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് നല്ല വെയിലൊക്കെ ഉണക്കി മടക്കി നമ്മൾ പ്രത്യേക കവറിൽ മാറ്റിയിട്ടൊക്കെയാണ് വയ്ക്കുക. അതുപോലെ തന്നെ ഇന്നത് പൗച്ചുകളിലാണ് സൂക്ഷിക്കുന്നത്. ഇതിന് പൗച്ചുണ്ട്, അതുപോലെ തന്നെ ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പാത്രം മാറ്റി വെക്കുന്നുണ്ട്. ആ പാത്രത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട്, സ്റ്റീൽ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, തിളപ്പിച്ച് നല്ല വെയിലിൽ കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെറ്റോളിൽ കഴുകി ഉണക്കി തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പൗച്ചിൽ വെക്കുന്നത്. ആ പൗച്ച് നമ്മൾ വാഷ് ചെയ്യും, ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുകയൊക്കെ ചെയ്യാം. ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെക്കാന്നുള്ളതാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഇത് നാച്ചുറൽ ഇൻറ്റിമേറ്റ് വാഷ് കപ്പ് വാഷ് ആണ്. നമുക്കൊന്നെങ്കിൽ വേറെ വേറെ സാധനങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ ഓഫീസ് ഗോയിങ് ആയിരുന്ന സമയത്ത്, ഇപ്പോൾ വർക്ക് ടു ഹോം ആണ്, അപ്പം ഓഫീസ് ഗോയിങ് ആയിരുന്ന സമയത്ത് ഞാൻ ചെറിയ ബോട്ടിൽ കയ്യിൽ വെക്കാറുണ്ട് എപ്പോഴും. കാരണം നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് വാഷ് ചെയ്യാൻ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആണ്. ചെറിയ ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബ്രാൻഡിൻ്റെ വാങ്ങണമെന്നൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്ത നോക്കി നമ്മൾ വാങ്ങിയാൽ മതി. ഇതിൻ്റെ റിവ്യൂസ് ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിക്കുമ്പോൾ റിവ്യൂസ് ഉണ്ടായിരിക്കും. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അവിടെ നിന്ന് ചോദിക്കുക അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ടൊക്കെ നമുക്കിപ്പോൾ സാധനങ്ങൾ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കുന്നവരുണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒന്നാണ് വാങ്ങിക്കാം. ഇനി സപ്പോസ് ഇത് തീർന്നു പോയി, ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട് കഴുകുക. കുറച്ച് സമയം സോപ്പ് പതപ്പിച്ച് കുറച്ച് സമയം വെച്ചിട്ട് നല്ല രീതിയിൽ കഴുകി കളഞ്ഞാൽ മതി. പിന്നെ കുട്ടികളാണെങ്കിലും അതുപോലെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും അപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സ്വിമ്മിങ്ങിന് പോകുന്നവരാണെങ്കിൽ, അത്ലറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയിലാണ് ഇത് ഫിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷനൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് സിലിക്കോൺ മെറ്റീരിയൽ. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്നല്ല, ഏത് ആനിമൽ ബോഡി ആണെങ്കിലും അത് വളരെ അത്ര അലർജറ്റിക് ഒന്നും അല്ലാത്തൊരു മെറ്റീരിയലാണ്. ഞാൻ ആരും പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ ഈ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കേട്ടോ. ഇത് പൊതുവെ ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ഗ്രേഡിലും തന്നെയാണ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, ഒരു 10 yearsോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഇതൊക്കെ.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കണം. നമ്മൾ നിപ്പിളൊക്കെ പാലും കുപ്പിൻ്റെ നിപ്പിളൊക്കെ തിളപ്പിക്കുന്ന പോലത്തെ തിളപ്പിച്ചെടുത്ത് വെക്കാന്നുള്ളതാണ്. പിന്നെ ഓരോരോ തവണ നമ്മൾ കപ്പ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞ് ക്ലീൻ ആക്കി ഉണക്കി വൃത്തിയാക്കി വെക്കാം. പണ്ടൊക്കെ നമ്മൾ പീരിയഡ്സ് ആയ സാധനങ്ങളൊക്കെ വേറെ തന്നെ മാറ്റി വെക്കുന്ന ഒരു ഇതായിരുന്നു. നമ്മളതൊന്നും തൊടാൻ പാടില്ല, അലമാര തൊടാൻ പാടില്ല, അവിടെ തൊടാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും അത് ക്ലീൻ ചെയ്തിട്ട് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത്. കാരണം മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഭൂമിയിൽ ജനിക്കാൻ പോലും കാരണമായിട്ടുള്ള ഒരു മേജർ റോളുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതൊക്കെ. പിന്നെ കുട്ടികളാണെങ്കിലും അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. കാരണം ഈ കുഞ്ഞു മക്കളാണെങ്കിലും ഇപ്പം ജസ്റ്റ് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞു കൊടുക്കും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ കപ്പ് വാഷ് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്, അവർ യൂസ് ചെയ്തോളും, അത് ക്ലീൻ ചെയ്ത് അവർ വെക്കും. പക്ഷേ ഈ തിളപ്പിച്ച് ഇതാക്കി വെക്കുന്ന പ്രോസസ്സുകളൊക്കെ അവർക്ക് നമുക്കാണെങ്കിലും ഗ്രാജുവലി 2-3 തവണ നമുക്ക് യൂസ് ചെയ്ത് നമ്മളിതിൽ എക്സ്പേർട്ട് ആവും. പിന്നെ നമുക്ക് തോന്നുന്നത് തിളപ്പിക്കണമെന്ന്. പക്ഷെ മസ്റ്റാണ്. കാരണം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പം അത് വരാതെ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വാട്ടർ എപ്പോഴും നല്ല ഹൈജീനിക് വാട്ടർ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. യൂസ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും പുറത്ത് പോകുന്നവരാണെങ്കിലും ചെറിയ ബോട്ടിൽ നമുക്ക് വാഷ് കയ്യിൽ കിട്ടും. അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. വൺസ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ടു സാനിറ്ററി നാപ്കിൻസിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്കോ പോവില്ല കേട്ടോ. നമ്മൾ ഇതന്നെ യൂസ് ചെയ്യുള്ളൂ. എനിക്കിതുവരെ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം സം ടൈംസ് നൈറ്റൊക്കെ നമ്മൾ കിടന്നുറങ്ങിപ്പോയാൽ കുറച്ചധികം അവേഴ്സ് ആയി കഴിഞ്ഞാൽ ഓവർ ഫ്ലോ അത് ഓബ്വിയസ്ലി ഉണ്ടാവും. അത് എന്ത് സാധനമാണെങ്കിലും ഒരു സാധനത്തിന് അക്കോമഡേറ്റ് ചെയ്യാവുന്നതിലും കൂടുതൽ ഒരു ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അത് എന്തും ഓവർഫ്ലോ ചെയ്യും. ആ ഒരു നാച്ചുറൽ പ്രോസസ്സ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹൈലി റെക്കമെൻഡഡ് ആണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അല്ലാണ്ട് വലിയൊരു ടാസ്കോ അല്ലെങ്കിൽ വലിയൊരു കാര്യമൊന്നുമല്ല. നമ്മളിപ്പം കാലം ഓടുന്നതിനനുസരിച്ച് മുന്നേ ഓടണം എന്നാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ നമുക്ക് പഴയതുപോലെ കാര്യങ്ങൾ പിന്നോട്ടല്ല, നമ്മൾ മുന്നോട്ടാണല്ലോ പോകുന്നത്. അപ്പം ഹൈജീനിക് ആയിരിക്കാം. പിന്നെ സെൽഫ് കെയറിന് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും നമ്മളെ കെയർ ചെയ്യണം. അപ്പം ഇതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത്ര ടൈമില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ട് കഴുകി സൂക്ഷിക്കാനും ഹൈജീനിക് ആക്കി വെക്കാനും അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം കുട്ടികൾക്കാണെങ്കിലും എന്താ വെച്ചാൽ ഇപ്പോൾ മെൻസസ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നൊക്കെ പാടുള്ളൂ. അത് റെഗുലറായിട്ട് പാരൻസ് ചെയ്ത് കൊടുക്കരുത്. കാരണം പിന്നെ അവർ അത് ചെയ്യില്ല. ഒന്നാമത് നമുക്ക് ആരും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഇതൊന്നും. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഗൈഡ് ചെയ്ത് കൊടുക്കുക, അവർ ഫോളോ ചെയ്ത് വരട്ടെ. അപ്പം എന്താ വെച്ചാൽ അവർക്ക് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്തോളും, അവരും കംഫർട്ടബിൾ ആയിക്കോളും. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ റോസാണ് കേട്ടോ. അപ്പം നമുക്ക് പ്ലാന്റ്സ് എല്ലാ വീഡിയോയിലും വരുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പോട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഡെയിലി ഇതിൽ നമ്മുടെ ഗാർഡനിൽ റോസ് കൊണ്ടുവയ്ക്കും. റോസ് ഇല്ലാത്ത സമയത്ത് അത് ഫ്രീ ആണ് കേട്ടോ, നോ പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.